നിലമ്പൂരിൽ മുന്നണികൾക്ക് തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അബിൻ വർക്കി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ? തീർച്ചയായിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഒരു യുവജനങ്ങളുടെ തെരഞ്ഞെടുപ്പാക്കി മാറ്റുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷൻ OJ ജനീഷിനും എനിക്ക് ഇവിടെ ചാർജ് തന്നിട്ടുണ്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി. ഞങ്ങൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് യോഗമാണ് ഇന്നിവിടെ വിളിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായും മണ്ഡലം കമ്മിറ്റികൾക്ക് ചുമതല കൊടുത്തിട്ടുണ്ട്. ആ ചുമതല നിർവഹിക്കുന്നതിന് ചാർജുകൾ കൊടുത്തിട്ടുണ്ട്. വീണ്ടും 21-ാം തീയതി ഇത് എത്ര കണ്ട് നടന്നു എന്ന് വിലയിരുത്താൻ വേണ്ടിയുള്ള ഒരു വിലയിരുത്തൽ യോഗം 21-ാം തീയതി റിവ്യൂ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പൂർണ്ണമായി തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ കൈകളിലൂടെ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കണം ഈ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ യുവജനങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ്, വലിയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉത്സവം തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശമൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു നിർദ്ദേശവും ഇല്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് പേരുകൾ പലതും ചർച്ചയിൽ വരാം. അത് KPCC നിർദ്ദേശിക്കും, AICC അംഗീകരിക്കും. AICC ഏത് സ്ഥാനാർത്ഥിയാണോ അംഗീകരിച്ച് AICCയുടെ ലെറ്റർ പാഡിൽ ബഹുമാനപ്പെട്ട സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും ഇലക്ഷൻ്റെ ദേശീയ ഇലക്ഷൻ്റെ ചാർജുള്ള മുകുൾ വാസ്നിക്ജിയും ഒപ്പിട്ട് ആരെയാണോ നൽകുന്നത് ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന അപ്പോൾ തന്നെ നിലമ്പൂരിൽ ആദ്യത്തെ പ്രചരണം യൂത്ത് കോൺഗ്രസ് തുടങ്ങും. അത് ആരായാലും. യുടെയും ഷൗക്കത്തിന്റെയും പേരാണ് അങ്ങനെ ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഒരു സാധ്യത ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ പല പേരുകൾ ചർച്ച ചെയ്യപ്പെടും. ആ പല പേരുകൾ ചർച്ച ചെയ്യപ്പെട്ട് നേതൃത്വം ഏറ്റവും ഉചിതമായ പേരേതാണോ അതവർ നിർദ്ദേശിക്കും. അത് AICC ഇവിടെ അംഗീകരിക്കും. ആ അംഗീകരിക്കുന്ന പേരിനോടൊപ്പം തന്നെയാണ് പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് കോൺഗ്രസ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ഒരു തർക്കത്തിൻ്റെയും ഒരു വിഷയവും ഉദിക്കുന്നില്ല. അതിനുവേണ്ടി ആരെങ്കിലും വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങി വെക്കുകയായിരിക്കും നല്ലത്. UDF സ്ഥാനാർത്ഥി കഴിഞ്ഞതിന് ശേഷം LDF പ്രഖ്യാപിക്കുക എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാധ്യതയൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. അത് സത്യമാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം AK ബാലനെ SFIയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ K സുധാകരനെ പരിഗണിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പ്രാചീന കാലഘട്ടം തൊട്ട് ഇവർക്ക് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളൊന്നുമില്ല. അപ്പുറവശത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചാക്കിട്ട് പിടിക്കുക എന്നുള്ള ഒറ്റ തന്ത്രം മാത്രമാണ്. അത് തൃക്കാക്കരയിലും നമ്മൾ കണ്ടു, അത് പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടു, അത് പാലക്കാട് വളരെ വ്യക്തമായി തന്നെ നമ്മൾ കണ്ടു. ഇനി അത് നിലമ്പൂരിലേക്ക് വരാനാണ്. ഇതുപോലെ ഗതികേടിൻ്റെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം ഇവിടെ എല്ലായിടത്തും പറ്റുന്നത്. സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള സ്ഥാനാർത്ഥിയുടെ പാങ്ങുള്ള ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ പക്ഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പിൽ M സ്വരാജിനെ ഇങ്ങനെ അപമാനിക്കാൻ എന്തിനാണ് റിയാസും പിണറായി വിജയനും ഒക്കെ ശ്രമിക്കുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കാനുള്ളത്. ഈ PV അൻവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊക്കെ. അപ്പോൾ PV അൻവർ പിന്തുണ UDF-നും കൂടിയാണ്. അപ്പോൾ അതുകൂടി പരിഗണിച്ച് ജോയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് കോൺഗ്രസ് നേതൃത്വം എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഏറ്റവും ഉചിതമായ തീരുമാനമെടുക്കും. ആ ഉചിതമായ തീരുമാനം ഇപ്പോൾ കാലങ്ങളായി കോൺഗ്രസിനൊരു പ്രോസസ്സുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ കാര്യത്തിൽ. അത് സംസ്ഥാനത്ത് KPCCയുടെ ഒരു നിർദ്ദേശമുണ്ടാവും. അത് AICCയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പരിഗണിക്കും. അവർ അംഗീകരിച്ചു വരുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെ ഉത്തരവാദിത്തം. അത് നിലമ്പൂരിലും ഉണ്ടാകും. അതിനകത്ത് ഒരു വിഷയവും ഒരു തർക്കവും ഉണ്ടാവില്ല. UDF-ലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അൻവറിനെ കൂടെ കൂട്ടാമോ? അല്ലാതെ ഞാൻ അതും പറയുന്നു. ഇപ്പോൾ UDF-ലേക്ക് പ്രവേശിക്കേണ്ട കാലഘട്ടത്തിലൊന്നും യൂത്ത് കോൺഗ്രസിന് പ്രത്യേകമായ ഒരു അഭിപ്രായം പറയേണ്ട ഘട്ടം എത്തിയിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് നല്ല ഇത്രയും സുന്ദരിയായ ഒരു പ്രസ്ഥാനത്തോട് ആർക്കായാലും ഒരു മോഹം തോന്നും. കാരണം അടുത്ത ഭരണത്തിൽ വരാൻ പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു മോഹം തോന്നുന്ന ഈ പ്രസ്ഥാനത്തിട്ട് ആര് കടന്നു വന്നാലും ആ കടന്നു വരുന്നവർക്ക് നമ്മുടെ ആശയവുമായി അംഗീകരിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായിട്ടും അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രവും പ്രസ്ഥാനമാണ് കോൺഗ്രസും UDF-ഉം. അപ്പോൾ അതൊക്കെ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം പരിഗണിച്ച് ഒരു ഉചിതമായ തീരുമാനമെടുക്കട്ടെ. യൂത്ത് കോൺഗ്രസ് ആ തീരുമാനത്തോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് നാളുകളായി അൻവർ ഇങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വൈകി പോകുന്നൊരു സാഹചര്യം ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് അദ്ദേഹത്തിന് പരാതി ഇല്ലാത്തടത്തോളം കാലം ഇപ്പം ഞങ്ങൾക്ക് പരാതി ഉണ്ടാവും, മറ്റുള്ളവർക്ക് പരാതി വേണ്ടല്ലോ. അത് തീർച്ചയായിട്ടും അത് UDF-ഉം കോൺഗ്രസും നല്ലൊരു തീരുമാനമെടുക്കും. ആ തീരുമാനം എന്താണെങ്കിലും യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കും. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിലൊക്കെ? രാഹുൽ മാങ്കൂട്ടത്തിനെ കാല് കുത്തിക്കില്ല എന്നൊക്കെയാണ് അവിടെ കുറേ BJP-ക്കാരൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് അവരുടെ ചരിത്രം മനസ്സിലാക്കിയാൽ കാല് നക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു. കാല് വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത്ര പ്രായോഗികമായ കാര്യമൊന്നുമല്ല. പിന്നെ ഇതൊക്കെ പറയാൻ ഇപ്പോൾ വലിയ പ്രസംഗമൊക്കെ നടത്തിയല്ലോ. ഇതൊക്കെ പറയാൻ ഏതെങ്കിലും BJP-ക്കാരൻ്റെ തന്തയുടെ വകയാണോ പാലക്കാട്? അല്ലല്ലോ. ഇത് പാലക്കാട് ബൈ ഇലക്ഷനിൽ ഈ BJP-ക്കാരൻ കൊടികുത്തി വാഴുന്ന മുനിസിപ്പാലിറ്റിയിൽ 4300 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വന്നത്. ചരിത്ര ഭൂരിപക്ഷമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കാല് കുത്തിക്കില്ല, കാല് വെട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. അദ്ദേഹം സംഘപരിവാറിന് എതിരായിട്ട് എടുക്കുന്ന ഒരു നിലപാടുണ്ട്, സംഘപരിവാറിൻ്റെ വർഗീയ ഫാസിസ്റ്റ് നയത്തോട്.
ആ നിലപാടാണ് ഹെഡ്ഗേവാറിൻ്റെ വിഷയത്തിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ഉണ്ടായത്. ആ വിഷയത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായി അദ്ദേഹത്തോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തകരുമുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ അദ്ദേഹത്തിൻ്റെതായ സംവിധാനം, അദ്ദേഹത്തിന് ഒറ്റയ്ക്കുള്ള സംരക്ഷണമൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങ് എന്താ പറയുക, മൂക്കിക്കയറ്റി വലിച്ചു കളയാമെന്നൊക്കെ ഏതെങ്കിലും BJP-കാരൻ വിചാരിച്ചാൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹഭാരവാഹികളായ ഞങ്ങളുടെ നിലപാട്. നിലമ്പൂരിൽ UDF ഒഴുകിക്കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് എല്ലാം സജ്ജമാണ് എന്നാണ് അബിൻ വർക്കി വ്യക്തമാക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയാണ്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം, 24.